ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് കാൽഷ്യം. കാൽഷ്യം ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി. അതുപോലെ തന്നെ കാൽഷ്യം കൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ കൂടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ളത് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ശക്തിയേറിയതും ബലമുള്ളതുമായിട്ടുള്ള എല്ലുകൾക്കും പല്ലുകൾക്കും മുടി നിർമ്മിക്കുന്നതിനും കാൽസ്യം അത്യാവശ്യമാണ്. കാൽസ്യം പേശികളുടെ സങ്കോചങ്ങൾ, നാഡികളുടെ പ്രവർത്തനങ്ങൾ, ഹൃദയമിടിപ്പുകൾ എന്നിവ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. കാൽസ്യത്തിൻ്റെ കുറവ് കുട്ടികളിലായാലും മുതിർന്നവരിലായാലും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ക്ഷീണം, ദന്തസംബന്ധമായ പ്രശ്നങ്ങൾ, വരണ്ട ചർമ്മം തുടങ്ങിയവയാണ് കാൽസ്യത്തിൻ്റെ കുറവിൻ്റെ ചില പ്രധാന ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ സാധാരണയായിട്ട് തൈറോയിഡ്, മുടി കൊഴിച്ചിൽ, സന്ധിവേദന, ഹോർമോൺ പ്രശ്നങ്ങൾ എന്നിവയാൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ആർത്തവ വിരാമ സമയത്ത് ശേഷമുള്ള സ്ത്രീകൾക്കും കാൽസ്യം കുറവ് കണ്ടുവരുന്നുണ്ട്. കാൽസ്യം ശരീരത്തിൽ കുറയുമ്പോൾ സന്ധിവേദന, നാഡീ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കൈകാലുകളിൽ തളർച്ച, സ്ഥിരമായിട്ട് നടുവേദന തുടങ്ങിയവ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാൽസ്യം നമ്മുടെ ഭക്ഷണത്തിലൂടെയാണ് ലഭിക്കുന്നത്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം നിലനിർത്തുന്നതിന് പുറമെ രക്തം കട്ടപിടിക്കൽ, ഹൃദയതാളം നിയന്ത്രിക്കൽ, ആരോഗ്യകരമായ നാഡികളുടെ പ്രവർത്തനം തുടങ്ങിയ ശരീരപ്രവർത്തനങ്ങളിൽ കാൽസ്യം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് കാൽസ്യം പ്രധാനമായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ശരീരത്തിൽ മിക്കവാറും എല്ലാ കോശങ്ങളിലും കാൽസ്യത്തിൻ്റെ വിവിധ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നേരത്തെ തന്നെ പറയുകയുണ്ടായി. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഭക്ഷണത്തിലൂടെ നമുക്ക് കാൽസ്യം കിട്ടും എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ കാൽസ്യം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലുകളുടെയൊക്കെ ബലത്തിന് വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണത്തിൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഏതൊക്കെ ഭക്ഷണത്തിലാണ് കാൽസ്യം ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് സോയാബീൻസ് ആണ്. ശരീരത്തിന് കാൽസ്യത്തിൻ്റെ പോഷണം നൽകുന്ന ഒരു ആഹാരമാണ് സോയാബീൻ. ഇത് അധികം ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. പക്ഷേ സോയാബീനിൽ കാൽസ്യത്തിൻ്റെ പോഷണം ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ചീര. മിക്ക ആൾക്കാരും ഇലക്കറികൾ കഴിക്കാൻ ബുദ്ധിമുട്ടല്ല, ഇലക്കറികൾ കഴിക്കാൻ മടിയുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഇലക്കറികൾ. പ്രധാനമായിട്ട് ചീര. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചീര. അതുപോലെ തന്നെ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചീര. പിന്നീടുള്ളത് മുരിങ്ങയിലയാണ്. കാൽഷ്യം, ഇരുമ്പ്, വൈറ്റമിൻ, മഗ്നീഷ്യം എന്നിവ ധാരാളം മുരിങ്ങയില അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒന്നും കൂടെയാണ് മുരിങ്ങയില. അതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നീടുള്ളത് എള്ളാണ്. എള്ളിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെല്ലിക്കയിൽ വൈറ്റമിൻ സി, ഇരുമ്പ്, കാൽഷ്യം എന്നിവയിൽ സമ്പുഷ്ടമാണ് നെല്ലിക്ക പൊടിച്ചോ അല്ലാതെയോ ജ്യൂസായോ ഒക്കെ കഴിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഭക്ഷണങ്ങൾ. പിന്നീട് നമ്മൾ ഈ ഡയറി പ്രോഡക്ട്സിലും ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. പാല്, മുട്ട, അതുപോലെ തന്നെ വെണ്ണ, ചീസ്, ബട്ടർ പോലുള്ള എല്ലാത്തിലും കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കായാലും അത് ധൈര്യമായിട്ട് തന്നെ കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാൽഷ്യം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ. ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി നമുക്ക് കാൽഷ്യം നമ്മുടെ ശരീരത്തിന് ലഭിക്കും. അതുവഴി നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റാനും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക്